ഇന്ന് ബ്രെഡ് കൊണ്ട് വളരെ രുചികരമായ ചായക്കടി ഉണ്ടാക്കിയാലോ. അതും കഴിച്ചാലും മതി വരില്ല, അത്രക്കും നല്ല ടേസ്റ്റാണ്. വെറുതെ പറയുന്നല്ല. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം നമുക്കൊരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂണ് ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്താണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 3 നല്ല എരിവുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മല്ലിയില കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കണേ. എന്നിതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ബ്രെഡൊക്കെ നമുക്ക് ശരിയാക്കി വെക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ 8 പീസ് ബ്രെഡാണ് എടുത്തത്. 8 പീസ് ബ്രെഡ് നമുക്കിതൊരു അളവ് പാത്രം വെച്ച് നമുക്കൊരു റൗണ്ട് ഷേപ്പാക്കി എടുക്കാനുള്ളതാണ്. ഇതുപോലെ ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സംഭവം പൊള്ളിയാണ്. ഒന്ന് കഴിച്ചാൽ തന്നെ നമ്മളെ വയറ് നിറയും, അത്രയും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ച് വെച്ചാണ്. ഇത് നമുക്ക് ആവശ്യം വരും. പിന്നെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 2 മുട്ട പുഴുങ്ങിയതാണ്. ഇനി നമുക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമുക്കെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 1/2 കപ്പ് മൈദയാണ് എടുത്തത്. ഇതിലേക്ക് 1/2 കപ്പ് മൈദ എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് കലക്കിയെടുക്കാം. അധികം ടൈറ്റിലും അല്ല അധികം ലൂസും അല്ലാത്ത രൂപത്തിലാണ് നമുക്ക് ആക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതുപോലെയാണ് കലക്കിയെടുത്തത്. ഇതുപോലെ കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഓരോ ബ്രെഡും നമുക്കിതുപോലെ എടുക്കാം. അതിന് ശേഷം നമുക്ക് ആദ്യം കുറച്ച് നമുക്കൊരു മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അങ്ങനെ മസാല ഇട്ടതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച 2 മുട്ട ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 1 ടീസ്പൂണും കൂടി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മസാല ചേർത്തതിന് ശേഷം നമുക്ക് സൈഡ് വശമൊക്കെ നമ്മുടെ മാവ് വെച്ച് കൊടുക്കണേ. ഇത് നമുക്ക് ഒട്ടിപ്പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സൈഡ് വശമൊക്കെ ഇതുപോലെ മാവ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ മറ്റൊരു ബ്രെഡ് കൂടി എടുത്ത് ഇതുപോലെ മൂടി കൊടുക്കാം. ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതുപോലെ മസാല ഇട്ടതിന് ശേഷം മുട്ട ഇട്ടിട്ട് ഇതിലേക്ക് അതും കൂടി ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ വശം ഇതുപോലെ മാവ് നമ്മൾ കലക്കി വെച്ച മാവ് എല്ലാ വശത്തും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എല്ലാത്തിലും മാവാക്കി വെച്ചതാണ്. ഇനി ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബ്രെഡിൻ്റെ പൊടി എല്ലാത്തിലും നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷമാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ആക്കിയിട്ട് കുറേ സമയമൊന്നും എടുക്കില്ല. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എണ്ണയൊന്നും കുടിക്കില്ല. എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുത്താൽ എണ്ണയൊന്നും കുടിക്കില്ല. അങ്ങനെയാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ ഒന്നായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ടൈം എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇതാക്കിയ സമയത്ത് നിങ്ങളിത് 2 പീസാക്കി പ്ലേറ്റിലോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും, അവർക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലൊരു സംഭവമായിട്ട് അവർ നിങ്ങളോട് പറയുമ്പോൾ നമുക്കും സന്തോഷം ഉണ്ടാവും അത് കേൾക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോക്കെ. ഇതുപോലുള്ള നല്ല വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.